മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുന്ന മുന്നേറ്റമാണ് മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കുന്നത്. ചിത്രം 100 കോടി കളക്ഷൻ കടക്കുമെന്നതാണ് ട്രേഡ് അനലിസ്റ്റുകളും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും ഒരുപോലെ പറയുന്നത്. 2024 മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിംഗിൾ ഡേ കളക്ഷനാണ് അതിനിടയിൽ മഞ്ഞുമൽ ബോയ്സ് കുറിച്ചിരിക്കുന്നത്. 2024 ഒരു മലയാള ചിത്രം ഒരു ദിവസം ബോക്സ് ഓഫീസിൽ നേടുന്ന ഏറ്റവും കൂടിയ കളക്ഷൻ എന്ന റെക്കോർഡ് മലയക്കോട്ടെ വാലിബനായിരുന്നു. റിലീസ് ദിവസം ലിജോ ജോസ് മോഹൻലാൽ ചിത്രം 5.65 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. ഇതാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തകർത്തിരിക്കുന്നത്. മാർച്ച് 2 ശനിയാഴ്ച മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയ കളക്ഷൻ 7 കോടി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കമൽഹാസനുമായി മഞ്ഞുമൽ ബോയ്സ് ടീം നടത്തിയ കൂടിക്കാഴ്ചയും തമിഴ് യൂട്യൂബ് ചാനലുകൾ അടക്കം ചിത്രത്തിന് നൽകുന്ന പ്രൊമോഷനും ചിത്രത്തിന്റെ കളക്ഷൻ മികച്ച രീതിയിലാക്കുന്നുണ്ട്. ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സൗബിൻ ഷാഗർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ് തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. സുഷിൻ ശ്യാമാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത്. പഴയകാല കമൽഹാസൻ ചിത്രം ഗുണ എന്ന സിനിമയിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം ചിത്രത്തിൽ ചെയ്തിരിക്കുന്ന അവതരണം വളരെ മികച്ച രീതിയിലാണ് പ്രേക്ഷകർ ആസ്വദിക്കുന്നത്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം ഇപ്പോൾ ഈ ഗാനം ട്രെൻഡിങ്ങിൽ ഒന്നാമതാണ്. ഈ ഗാനം പശ്ചാത്തലമാക്കി പല ട്രോൾ വീഡിയോകളും യൂട്യൂബിൽ ട്രെൻഡിങ് ആവുന്നു. ജാനേമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്.